ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കൊടുമുണ്ട പാലത്തറ തീരദേശ റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് വിജിലൻസ് സംഘം പരിശോധന നടത്തി. പാലത്തറ മുതൽ കൊടുമുണ്ട തീരദേശം വരെയുള്ള ഭാഗത്തെ 12 ഇടങ്ങളിലായിരുന്നു റോഡ് സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തിയത്. 2 കോടി ചെലവഴിച്ച് പട്ടാമ്പി കൊടുമുണ്ട തീരദേശം വഴി പള്ളിപ്പുറത്തേക്ക് നിർമ്മിച്ച പാത 2 മാസത്തിനകം ഇടിഞ്ഞു താഴ്ന്നതോടെ അഴിമതി ആരോപണം ഉയർന്നു. തീരദേശ റോഡ് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. പടിഞ്ഞാറെ കൊടുമുണ്ട ആശാരിപ്പടി ഭാഗത്താണ് റോഡിന്റെ ഒരു ഭാഗം മീറ്ററുകളോളം ഇടിഞ്ഞു താഴ്ന്നത്. റോഡ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ അശാസ്ത്രീയതയും അഴിമതി ആരോപണവും ഉയർന്നിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സാങ്കേതികാനുമതിയിൽ നിർദ്ദേശിച്ച പ്രവൃത്തികളിൽ പകുതിയും ചെയ്തിട്ടില്ലെന്ന് ധനകാര്യ വകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറായ PM അബ്ദുൽ സലീമിനെ സസ്പെൻഡ് ചെയ്ത് വിശദമായ അന്വേഷണം തുടങ്ങി. ഇതിന്റെ ഭാഗമായാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. പാലത്തറ മുതൽ കൊടുമുണ്ട തീരദേശം വരെയുള്ള ഭാഗത്ത് 17 ഇടങ്ങളിലായാണ് പരിശോധന നടന്നത്. കട്ടറുകൾ ഉപയോഗിച്ച് കുഴിച്ച് റോഡിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. മുൻപ് ധനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ റോഡ് പരിശോധിച്ചതിൽ 30 സെന്റിമീറ്റർ കനം വേണ്ടിയെടുത്ത് പകുതി മാത്രം കനമേ ഉള്ളൂ എന്ന് കണ്ടെത്തിയിരുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.